മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചുരിദാറിന്റെ യോക്ക് ഭാഗം പെട്ടതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ചെറിയ പണി കിട്ടിയതാണ്. ഞാൻ യൂട്യൂബിൽ നോക്കി വീഡിയോ കണ്ടാണ് ഞാൻ ചുരിദാർ തയ്ക്കുന്നത്. ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഓരോ വീഡിയോ നോക്കി ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ എനിക്കൊരു ചെറിയ ക്ഷമയില്ലായ്മ കൊണ്ട് കിട്ടിയ പണിയാണ് കേട്ടോ. ഒരു വീഡിയോ കണ്ട് പൂർത്തിയാക്കാതെ ഞാൻ അതിൽ രീതിക്കനുസരിച്ച് വേണ്ടി, പക്ഷെ അത് ബ്ലൗസിൻ്റെ സ്റ്റിച്ച് കട്ടിങ് ആയിരുന്നു കേട്ടോ. അത് അവസാനം വരെ കാണാനുള്ള എൻ്റെ ക്ഷമയില്ലായ്മയാണ് എനിക്ക് പണി കിട്ടിയത്. അപ്പം ആരും ഇനി വീഡിയോ കണ്ടിട്ട് എന്നെ പോലെ ക്ഷമയില്ലാതെ സ്കിപ്പ് ചെയ്തു തെറ്റിദ്ധരിച്ച് ഇങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക കേട്ടോ. എനിക്കെന്തായാലും പണി കിട്ടി. ക്ഷമയില്ലാണ്ട് പോയതാണ് എനിക്ക് കിട്ടിയത്. ഞാൻ തയ്ച്ചു വന്നപ്പോൾ ആ ചുരിദാറിൻ്റെ കഴുത്ത് ഒരുപാട് അങ്ങ് മറന്നു പോയി കേട്ടോ. അത് കാരണം എനിക്ക് വിഷമമായി. കാരണം നല്ല തുണിയായിരുന്നു. അത് ബാക്കിയെല്ലാം സ്റ്റിച്ചിങ് നല്ലതുമായിരുന്നു. കഴുത്ത് ഒഴികെ ബാക്കിയെല്ലാം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് കളയാൻ പറ്റില്ലാത്തപ്പോൾ ഞാൻ സൈഡ് അടിച്ചു വെച്ചു. പക്ഷെ ഒരു രക്ഷയില്ല. അടിച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ വൃത്തികേടാണ്. എന്നാൽ ഞാൻ 2-3 തവണ ഇട്ടു. പക്ഷെ അത് ശരിയാക്കണത് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് അതേ തുണി തന്നെ കളറിൽ കിട്ടിയുണ്ട്. ആ കളറിൽ ആ സെയിം തുണി കിട്ടി. അപ്പോൾ ഇന്ന് ഞാനതൊന്ന് ശരിയാക്കുവാണ് കേട്ടോ. എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞാനെല്ലാം ഇതുപോലൊരു ഡയറിയിൽ അളവൊക്കെ എഴുതി വെച്ചേക്കാണ് കേട്ടോ. നമുക്ക് പറഞ്ഞു തരാനൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ ഷോൾഡർ അളവ് ഞാൻ എടുത്തേക്കുന്നത് 7.5 ആണ്. തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ മടക്ക് ഭാഗം, ഇവിടെ ഓപ്പൺ ഭാഗം കേട്ടോ. ഇവിടെ ഇങ്ങനെ മടങ്ങി 4ആയിട്ട് മടക്കി വെച്ചേക്കാണ് കേട്ടോ ഈ തുണി. പിന്നെ ഷോൾഡർ നമ്മൾ ഇവിടെ നിന്ന് എനിക്ക് 7.5 ആണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും 7.5 ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് നേരെ ഒരു വര താഴത്തോട്ട് വരയ്ക്കുക. പിന്നെ വേണ്ടത് ചെസ്റ്റ് അളവ്. ചെസ്റ്റ് അളവ് എനിക്ക് 10 ആണ്. 9.5 ആണ്. ഞാൻ ഇച്ചിരി കൂട്ടിയെടുക്കും കേട്ടോ. കാരണം എനിക്ക് ഇച്ചിരി ലൂസിലെല്ലാം കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂട്ടിയെടുക്കും. 9.5 ഞാൻ 10 ആണ് എടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് ആ ആം ഹോൾ വന്നേക്കുന്ന അവിടെ നിന്ന് 10. ആ 10 നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സീം അലവൻസ് 2. അപ്പോൾ കറക്റ്റ് ഞാൻ ഈ തുണി ഇച്ചിരി കൂടുതൽ കിട്ടി. അപ്പോൾ അത് വെച്ച് എനിക്ക് ഒരു ടോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനത് കറക്റ്റായിട്ട് ആ വണ്ണത്തിനനുസരിച്ച് മടക്കിയിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് തുണി വേസ്റ്റ് ആവില്ല. ഇതൊക്കെ ഞാൻ ഇയാനി ക്രിയേഷനിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. തുണി വേസ്റ്റ് ആവാതെ ഇരിക്കാനും. ഇയാനി ക്രിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ആ ടീച്ചർ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് അളവ്, സീം അലവൻസ് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആം ഹോൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി ഇച്ചിരി കയറ്റി വരച്ച് ഷേപ്പിലാക്കിയിട്ട് ഈ ചെസ്റ്റ് അളവിലേക്ക് ഒരു റൗണ്ട് കൊടുത്ത് ഇതിലൊരു ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ആം ഹോൾ കൊടുക്കുന്നത്. ഇതിനൊരു സ്കെയിലൊക്കെ ഉണ്ട് കേട്ടോ. അതെൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ വെച്ച് വരയ്ക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അതെ ഞാൻ ഇങ്ങനെയാട്ടോ ആം ഹോള് ഷേപ്പ് കൊടുക്കുന്നത്, കുഴിച്ച് വരയ്ക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വീതി നോക്കാം. നെക്ക് വീതിയാണ് കേട്ടോ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടിയത്. ശരിക്കും നെക്ക് വീതി എടുക്കുന്നത് നെക്കിൻ്റെ അടുത്തുനിന്നായിരുന്നു. ഞാൻ ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് എടുത്തു. അവിടെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയ. അപ്പം നെക്ക് വീതി ഞാൻ എപ്പോഴും എടുക്കുന്നത് 3 ഇഞ്ചാട്ടോ. പിന്നെ നമുക്ക് അവിടുന്ന് ഞാൻ നെക്കിന് അളവ് എടുക്കുന്നത് ബാക്കിൽ 4, ഫ്രണ്ടിൽ 5. ഇത്രയാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കൊന്ന് നേരെ വരച്ചെടുക്കാം. അതുപോലെ അതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. വരച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ 4ൻ്റെ അളവ് മാറിപ്പോയി. അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റായിട്ട്. ഇത് ബാക്ക് നെക്കാട്ടോ. ഞാൻ 4 ബാക്ക് നെക്ക് എടുത്തേക്കുന്നത്. കഴുത്ത് കുറച്ച് മതി. ഒത്തിരി ആയി കഴിയുമ്പോൾ എനിക്കങ്ങ് മലന്ന് പോകും കേട്ടോ. എൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതാണ് ഞാൻ 4 എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതും ഒന്ന് ഷേപ്പ് അടിച്ചെടുക്കാം കേട്ടോ. എനിക്ക് റൗണ്ട് നെക്കാട്ടോ എല്ലാത്തിലും ഇഷ്ടം.
അപ്പോൾ അതിന് ഒരു ചെറിയതായിട്ട് റൗണ്ട് നെക്കിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി ഓക്കെ കേട്ടോ. എനിക്കിതൊക്കെയായിരുന്നു ആദ്യം ബുദ്ധിമുട്ട്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ഞാൻ എൻ്റെ ലെങ്ത്ത് എടുക്കുവാണ് കേട്ടോ. യോക്ക് ഭാഗത്തിൻ്റെ ലെങ്ത്ത് എടുക്കാനായിട്ട് എൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ 15 ഇട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ സൈഡിൽ നിന്ന് നമുക്ക് 15 അടയാളപ്പെടുത്തും. വളഞ്ഞും പോകാതിരിക്കാനായിട്ട് ഞാൻ അളവെടുത്ത് വെട്ടണതൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെട്ടണമല്ലോ. അപ്പം അതും കൊടുത്തു. ഇനിയുണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള ഷേപ്പ്. എൻ്റെ ആ 15 വരുന്ന ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 15 ഇഞ്ച് താഴത്തോട്ട് വരുമ്പോൾ വരുന്ന ഷേപ്പ് എൻ്റെ 8.5 ആണ് കേട്ടോ. അത് ഞാൻ 9 ആയിട്ട് എടുക്കാറുണ്ട്. കാരണം എനിക്ക് ലൂസ് വേണം. ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും 5.5 കൂട്ടി എടുക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ എടുക്കണമെന്നില്ല. മറ്റേത് 10 ഇത് 9 എടുത്തിട്ട് സീം എലവൻസ് 2 ഇട്ടു. 2 ഇടുമ്പോൾ 11. അപ്പം അതും ഇതും കൂടെ ഒന്ന് വരച്ചിട്ടേക്കണം. പുറത്തൊന്നും തയ്ക്കാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം എല്ലാവരുടെ അളവൊക്കെ എടുത്ത് എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി ലൂസും കാര്യങ്ങളും സ്വയമേ വേണ്ടതുകൊണ്ട് ഞാനത് അങ്ങനെയൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് തയ്ക്കാം. നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാമല്ലോ. അപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ എൻ്റെ യോക്ക് ഭാഗം വരുന്നത്. ഇനി ഇത് വെട്ടാം. വേസ്റ്റ് വന്നിട്ടില്ല കേട്ടോ. ഞാനിവിടെ ഇറക്കത്തിനൊപ്പം സീം അലവൻസ് 1.5 കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞില്ല. ഇനി നമുക്ക് കഴുത്ത് വെട്ടുമ്പോൾ ആദ്യം നമുക്ക് ബാക്കിൽ കഴുത്ത് വെട്ടാം കേട്ടോ. ആ ബാക്കിലെ തുണി അങ്ങ് മാറ്റിയിട്ട് വേണം ഫ്രണ്ടിലെ കഴുത്ത് വെട്ടാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ യോക്ക് ഭാഗം വെട്ടുന്ന കേട്ടോ. അപ്പം ഇനി ഞാൻ കൈ ഓൾറെഡി എനിക്കുണ്ട്, പിന്നെ ബാക്കി എല്ലാ പാട്ടും ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് തയ്ക്കണം, അത് കാണാം. ഇതാണ് കേട്ടോ എൻ്റെ മിഷ്യൻ ജാനും ആണ്. തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മിഷ്യനാണ് കേട്ടോ. എനിക്കിത് വളരെ ഈസി ആയിരുന്നു. ബേസിക് കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും കുറേ കാര്യങ്ങളും കൂടി ഇനി പഠിക്കാനുണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച്. ഇതിൽ എംബ്രോയ്ഡറി വരെയും ചെയ്യാമെന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ബേസിക് ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ പാട്ടായിട്ട് പഠിച്ചിട്ട് അതും വീഡിയോ ആക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പഠിക്കാനുണ്ട് ഒരുപാട് ഇതിനകത്ത്. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തയ്ക്കാനുള്ള കാര്യങ്ങൾ നോർമൽ തയ്യലിനെ കുറിച്ച് മാത്രമേ കേട്ടോ അറിയുള്ളൂ. അപ്പോൾ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പഠിക്കണം. അതിനിടയിൽ ഞാൻ അങ്ങനെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോരോ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുള്ള ചെറിയ കാര്യങ്ങൾ അറിയാം. പിന്നെ ഇനിയുള്ള അതിൻ്റെ ത്രെഡ് പല രൂപത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ തയ്ക്കേണ്ടതിനെ കുറിച്ച് വിശദമായിട്ട് പറയാനും എനിക്കറിയത്തില്ല കേട്ടോ. കാരണം അതും ഞാൻ ചെയ്തു വരുന്നുള്ളൂ. വെട്ടണത് മാത്രം ഞാൻ വീഡിയോ കാണാതെ ചെയ്തു തുടങ്ങിയോണ്ടാണ് ഇന്ന് വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. അല്ലാതെ എനിക്കറിയത്തില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ഏതെങ്കിലും വീഡിയോ കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടിട്ട്
തയ്ക്കുന്ന വീഡിയോ ട്യൂട്ടോറിയൽ ക്ലാസ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ അത് ഫുള്ളായിട്ട് കണ്ട് ഒരു 3-4 ട്രിപ്പ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം തുണി വെട്ടുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഒരബദ്ധം പറ്റിയോണ്ടാട്ടോ ഞാനിങ്ങനെ പറയണേ. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. എനിക്ക് ഇച്ചിരി ക്ഷമ കുറഞ്ഞു പോയി. ലാസ്റ്റ് ഞാൻ സാധാരണ വീഡിയോസ് ഒരു 3-6 പ്രാവശ്യം കണ്ടിട്ടാണ് ഞാനത് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ചെറിയൊരു അബദ്ധം കാണിച്ചത് എനിക്ക് നല്ല പണി കിട്ടിയോണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് മൊത്തം അഴിച്ച് ചെയ്യേണ്ട വന്നു. പിന്നെ അങ്ങനെ ഒരു തുണി കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ആ ചുരിദാർ നമുക്കത്ര ബുദ്ധിമുട്ടായിട്ട് തന്നെ ഉണ്ടോ. കാരണം കഴുത്ത് വലുതായി പോയി കഴിയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറുതാണെങ്കിൽ നമുക്ക് വെട്ടി ശരിയാക്കാം അല്ലേ. അങ്ങനെ അവസാനം ഞാൻ ആ ടോപ്പ് റെഡിയാക്കി കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ സെറ്റായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.